ഹലോ, ഐ എം ഡോക്ടർ അലിയരും ബ്രാസ് ഡെന്റൽ ക്ലിനിക് മെലാറ്റൂർ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലോട്ട് വന്നിട്ടുള്ളത് എങ്ങനെയാണ് നമുക്കൊരു ഓർത്തഡോണ്ടിക്സ് കേസ് സിമ്പിളായിട്ട് നമുക്ക് അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതാണ്. ഇതിന് നമുക്ക് കേസിന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഒരു ഇൻട്രാ ഓറൽ ഫോട്ടോഗ്രാഫി ഫസ്റ്റ് നമുക്ക് വേണ്ടത് 3 വേർഷൻസ് ഫോട്ടോഗ്രാഫി നമുക്ക് വേണം. ഒന്ന് ഫ്രണ്ട് വ്യൂ, ലിപ്പ് ഓപ്പൺ, ഒന്ന് ലിപ്പ് ക്ലോസ്ഡ്, ഒന്ന് ലാറ്ററൽസ്. ഇതിൻ്റെ ഓരോന്നിനും ഇമ്പോർട്ടൻസ് ആദ്യം ഞാൻ പറയാം. ഇപ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് അപ്പർ ലിപ്പ് പൊസിഷൻ ഓഫ് ആൻറ്റീരിയർ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ലിപ്പ് ലൈൻ ഫീമെയിലിൽ ഓക്കെ ആണോ? നോ. ഫീമെയിൽ യൂഷ്വലി ഗം സ്മൈലിംഗ് ആണ്. ഇത് മെയിൽ ലുക്കാണ്. അപ്പോൾ വി വാണ്ട് ടു ചേഞ്ച് ദിസ് പേഷ്യൻറ്റ് ഫ്രം എ മെയിൽ ലുക്ക് ടു ഫീമെയിൽ. ആം ഐ റൈറ്റ്? ഇനി ഈ ഒരു ഫോട്ടോഗ്രാഫ്, ഓരോ ഫോട്ടോഗ്രാഫും ഇൻഫർമേറ്റീവ് ആണ്. ഇത് നമുക്ക് ഒരുപാട് ലെസൺസ് തരികയാണ്. ഈ ആംഗിൾ നേസോ ലേബിയൽ ആംഗിൾ, സപ്പോസ് ഇറ്റ് ഈസ് 90, it needs extraction of upper. Suppose it is 110, there won't be chance of extraction. If the sublabial fold here, suppose it is deep, it indicates the position of lower anterior forward. Am I right? അതുകൊണ്ട് ഓരോ ഫോട്ടോഗ്രാഫും അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഇവിടെ നോസിൻ്റെ വലിപ്പം വളരെ പ്രധാനമാണ്. ചില പേഷ്യൻസിൽ സപ്പോസ് ദിസ് കേസ്, ഇഫ് ദ നോസ് ഈസ് വെരി ബിഗ്, നമ്മൾ എന്ത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും? ദ പൊസിഷൻ ഓഫ് ദ ടൂത്ത് ഈസ് ഇംപ്രോപ്പർ എന്ന് നമ്മൾ മനസ്സിലാക്കും. അതല്ല. അപ്പോൾ ഈ 3 ഫോട്ടോഗ്രാഫിൽ വേണം നമ്മളൊരു പേഷ്യൻസിനെ തുടങ്ങാൻ. ഇറ്റ് കംസ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. യു സീ, എന്ത് നമുക്ക് മനസ്സിലാവുന്നു? ഹിയർ on crooked look, no? There is a crowding. What is crowding? Suppose this alveolar segment, total length of alveolar segment is less than the tooth. What happened? If the tooth material is more, there is a chance of crowding. Simple. If the tooth material is less, there is a chance of spacing. Easiest ആയിട്ട് മനസ്സിലാവുന്ന രൂപം ഞാൻ പറഞ്ഞുതരാം. 10 പേരിരിക്കുന്ന ഒരു ബെഞ്ചാണ് ഇതെന്ന് പരിഗണിക്കുക. ഇതൊരു ആർച്ച് ലെന്താണ്, ഒരു ആർച്ച് രൂപത്തിലുള്ള ഒരു ബെഞ്ച്. ഈ ബെഞ്ചിൽ നമ്മൾ 10 പേർക്കുള്ള അക്കോമഡേഷൻ പോസിബിൾ ആണ്. ദാറ്റ് ഈസ് ദ ആൽവിയോളർ ബോൺ കപ്പാസിറ്റി. ഈ അതിനകത്ത് 12 പേര് വന്ന് ഇരുന്നാൽ എന്ത് സംഭവിക്കും? ദർ ഈസ് എ ചാൻസ് ഓഫ് ഇംപ്രോപ്പർ പൊസിഷനിങ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്താണ് മാർഗം? ഇതിനകത്ത് നിന്ന് ചില പല്ലുകൾ നമ്മൾ നീക്കം ചെയ്യണം. ഒന്ന്. അപ്പോൾ പല്ല് നീക്കം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചാൻസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഫോളോ ചെയ്യണം. പ്രൊവൈഡഡ് യു സീ ദിസ് gingival margin. This gingival margin is thick. That means that you can do extraction. If it is thin, there won't be any forward movement is possible. എന്ത് സ്ട്രിപ്പിംഗ് വിൽ ബി ഹാപ്പൻ. ഈ ജിഞ്ചൈവ സ്ട്രിപ്പിംഗ് ചെയ്യും നമ്മൾ ഈ ടൂത്ത് ഫോർവേഡ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഒറ്റ ലുക്കിൽ തന്നെ നമുക്ക് ഈ കേസ് എക്സ്ട്രാക്ഷൻ ആണോ നോൺ എക്സ്ട്രാക്ഷൻ ആണോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ആൽവിയോളാർ ലെങ്ത്
കാൽക്കുലേറ്റ് ചെയ്തിട്ട് മെഷർ ചെയ്തിട്ട് അതിനെ ഓരോ ടൂത്തിൻ്റെ മീസിയോ ഡിസ്റ്റൽ ഡയമീറ്റർ ആയിട്ട് കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ എത്ര മില്ലിമീറ്റർ നമുക്ക് സ്പേസ് അവൈലബിലിറ്റി വേണം എന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്ട്രാക്ഷൻ പ്ലാൻ ചെയ്യേണ്ടത്. പ്രൊവൈഡഡ് ഈ പറയുന്നത് ഓൺലി ഫോർ ഡെന്റൽ. ഇവിടെ നമ്മൾ രണ്ട് കാര്യം കൂടി നമ്മൾ അഡ്രസ് ചെയ്യണം. ഹൗ ഈസ് ദ സോഫ്റ്റ് ടിഷ്യൂ ഫോം, ഹൗ ഈസ് ദ സ്കെലിറ്റൽ ഫോം. അതിന് അടുത്ത സ്ലൈഡ്സിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇതിൻ്റെ നമ്മൾ കാസ്റ്റ് എടുക്കണം. എന്താണ് പ്രത്യേകത? കാസ്റ്റിന്റെ പ്രത്യേകത, കാസ്റ്റ് ഗീവ്സ് ദ കറക്റ്റ് ഒക്ലൂഷൻ. പേഷ്യൻസിൽ നമ്മൾ ഒക്ലൂഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ സ്മോളർ ഒക്ലൂഷൻ ഈസ് ക്ലാസ് 1, ദിസ് കനൈൻ ഈസ് ക്ലാസ് 1 ഒക്ലൂഷൻ. ഇത് നമ്മൾ പേഷ്യൻസിന്റെ വായിൽ നോക്കുമ്പോൾ ദർ ഇസ് എ ചാൻസ് ഓഫ് ചേഞ്ചിങ് ദ ഒക്ലൂഷൻ ഫ്രം ക്ലാസ് 1 ടു ക്ലാസ് 2. അതുകൊണ്ട് കാസ്റ്റിലെ ഒക്ലൂഷൻ ആണ് കറക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോവാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് കാസ്റ്റിലെയാണ്, ഇത് വായിലെയാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതൊന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ലേ? അപ്പൊ ഈ ലെന്താണ്, അതായത് ഈ ലെന്ത്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഈ ലെന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ മീസിയോ ഡിസ്റ്റൽ മെഷർമെന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എക്സ്ട്രാക്ഷൻ ആണോ നോൺ എക്സ്ട്രാക്ഷൻ ആണോ എന്ന് നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ ഒരു പോയിന്റിൽ പറ്റും. ദിസ് ഈസ് ഓൺലി വൺ ആംഗിൾ. ഇതുപോലത്തെ മൾട്ടിപ്പിൾ ഡേറ്റാസ് കൊണ്ടിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈൻ ചെയ്യുന്നത്. നമ്മളിവിടെ പാലറ്റൽ രൂപം നോക്കണം, ആർച്ചിന്റെ സൈസ് നോക്കണം, ആർച്ചിന്റെ ഫോം നോക്കണം, പൊസിഷൻ ഓഫ് ആന്റീരിയർ, whether the position is protrude or proclined. ഈ രണ്ട് വേർഡും ഓർത്തോഡോക്സിൽ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഉപയോഗിക്കേണ്ട ഒന്നാണ്. പ്രൊട്രൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ പൊസിഷൻ. പ്രൊക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആംഗിൾ റിലേറ്റഡ്. ആംഗിൾ റിലേഷൻ ആണെങ്കിൽ മാത്രമേ അത് പ്രൊക്ലിനേഷൻ ആവുള്ളൂ. പ്രൊട്രൂഷൻ എന്ന് പറഞ്ഞാൽ പൊസിഷൻ ആണ്. എന്നാൽ പല്ല് അതിൻ്റെ മോണയോട് കൂടെ മുന്നോട്ട് നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൊട്രൂഷൻ എന്ന് പറയുന്നത്. ദ പൊസിഷൻ ഓഫ് ദ ടൂത്ത് അലോങ് വിത്ത് ദ ബോൺ. പ്രൊക്ലിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എൻ ആംഗുലേഷൻ ഓഫ് ദ ടൂത്ത് വിത്തൗട്ട് ബോൺ. കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, അടുത്ത ട്രെയിനിലോട്ട് പോകാം. നമ്മൾ ഈ പേഷ്യൻസിന്റെ OPG നോക്കണം. പല കേസുകളിലും നമ്മൾ OPG എക്സാമിനേഷൻ ചെയ്യാതെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ മെയിനായിട്ട് 2-3 ഫോൾട്ട് നമുക്ക് സംഭവിക്കും. ഒന്ന്, ദ കണ്ടീഷൻ ഓഫ് ദ റൂട്ട്, then the number of tooth, number of decay tooth, number of erection panel. ഇപ്പൊ ഈ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം this third molar is erupting. That means the patient is below 23. 18 ശേഷം മാത്രമേ പ്രീമോളാർ എറപ്ഷൻ ചെയ്യുള്ളൂ. അപ്പോൾ സാധാരണ 20ക്ക് താഴെ ഈ പേഷ്യൻ്റ് ഒരു 17 വയസ്സ് പ്രായമാകാനാണ് സാധ്യത. 18, 19, 20 വയസ്സിലാണെങ്കിൽ ഈ തേർഡ് മോളാർ എറപ്ഷൻ ചെയ്യണം. ഒരു എക്സ്പെർട്ട് ഡെന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർച്ച് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മളെ പാകിസ്ഥാന്റെ ഹക്ക് ഒരു പ്രധാനമന്ത്രി പ്ലെയിൻ ആക്സിഡന്റ് നടന്നപ്പോൾ ഒരു RPD, ഒരു ടൂത്തിനകത്തുള്ള ഫില്ലിങ്ങിൽ മാത്രമാണ് ആ ബോഡി നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചത് അത് പ്രൈം മിനിസ്റ്റർ പാകിസ്ഥാനിന്റെ ആണെന്ന്. അത്ര ഇമ്പോർട്ടൻസ് ആണ്. നമ്മളെ ഫോറൻസിക് ഡെന്റിസ്ട്രിയിൽ ഇതാണ് ഉപയോഗിക്കുന്നത്, ഫോറൻസിക് മെഡിസിനിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. ഡെന്റൽ ആർച്ചിലുള്ള ഒരു ഫില്ലിംഗ് ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. കാരണം ഇറ്റ് കനോട്ട് ബി ചേഞ്ച്, ഇറ്റ് കോണ്ട് ബി ബേൺഡ്. ഇതൊരിക്കലും കത്തിപ്പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി ഇവിടെ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒരിക്കലും ഇഗ്നോർ ഡേറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകരുത്. ഓരോ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡേറ്റ ബേസ്ഡ് ആയിരിക്കണം. ഈ ഡേറ്റ ബേസ്ഡ്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വാട്ട് ഈസ് SNA? വാട്ട് ഈസ് SNA? That is the position of anterior tooth. What is SNB? This position of lower tooth. What is FMA? That is the relation of upper maxilla and mandible. What is upper 1 to SN? What is interincisal angle? These are all
data based. Once the database is confirmed, this gives a very good picture about the patients internally and externally, provided 1 millimeter ടൂത്തിന്റെ ചേഞ്ച് 2 millimeter ലിപ്സിൽ വെരിഫൈ ചെയ്യും. ഒന്നുകൂടി പറയട്ടെ, 1 millimeter ആന്റീരിയർ ടൂത്തിലുള്ള മാറ്റം 2 millimeter ലിപ്സിൽ ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് ലിപ്സിനകത്ത് 2 millimeter ചേഞ്ച് പോസിറ്റീവോ നെഗറ്റീവോ വരുത്താൻ വേണ്ടി നമ്മൾ ഈ ആന്റീരിയേഴ്സ് ഒന്നുകിൽ പുറകിലോട്ടോ ഒന്നുകിൽ ബാക്കിലോട്ടോ തള്ളിക്കഴിഞ്ഞാൽ ആ പേഷ്യൻസിന്റെ ബ്യൂട്ടി ഔട്ട്ലെറ്റ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ സാധിക്കും. വാട്ട് ഈസ് ട്രാൻസ്ഫോർമേഷൻ? പുതിയ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ലോവർ ഇൻസൈസിലാണെങ്കിൽ വേറെയാണ്. ലോവർ ഇൻസൈസിൽ 1 millimeter ചേഞ്ച് വിൽ റിഫ്ലക്ട് ഓൺലി 1.5 millimeters ഓഫ് റിഫ്ലക്ഷൻ ഇൻ ദ ഫേസ്. അപ്പോൾ 1 millimeter ചേഞ്ച് ഇവിടെ വരുത്തുമ്പോൾ 1.5 millimeter ലോവറിലും ആന്റീരിയസിൽ 1 millimeter ചേഞ്ച് നിർത്തുമ്പോൾ 2 millimeter റിഫ്ലക്ഷൻ ലിപ്സിൽ വരുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ മസീറ്റർ മസിൽ. നമ്മുടെ മസീറ്റർ മസിൽസിൻ്റെ സ്ട്രോങ് ആണ് അത് കാണിക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, ഒരിക്കലും ഒരു ഡേറ്റാസ് എന്ന് പറയുന്ന ഒരു ആംഗുലേഷൻസ് ഉണ്ട്. ഡെന്റൽ ദർ ഇസ് എൻ ആംഗുലേഷൻ, സ്കെൽറ്റൽ ദർ ഇസ് എൻ ആംഗുലേഷൻ. This data will give you a correct pictures how to treat the patients. Is it dental? Is it skeletal? Is it surgical? There is 3 options. One is dental, one is skeletal, one is surgical. Surgical cases never go for ഡെന്റൽ ട്രീറ്റ്മെന്റ്. ഒരു പേഷ്യൻസ് ഏതാണ് സർജിക്കൽ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും നമ്മളത് ഡെന്റൽ ട്രീറ്റ്മെന്റിൽ, നോർമൽ ഓർത്തോ ട്രീറ്റ്മെന്റിൽ അത് ട്രീറ്റ് ചെയ്യാൻ പോകരുത്. അവിടെ പേഷ്യൻസിന്റെ ഗ്രോത്ത് അറിയാൻ നമുക്ക് ലാറ്ററൽ സെഫ് എടുക്കുന്ന സമയത്ത് നമ്മൾ വെർട്ടിക്കുലർ ലെങ്ത് കൊണ്ട് നമുക്ക് ആ പേഷ്യൻസിന്റെ ഗ്രോത്ത് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. ഈ കേസ് സാധാരണഗതിയിൽ വരുന്നത് ബിലോ 15 ആണ്. പക്ഷെ മോസ്റ്റ് ഓഫ് ദീസ് കേരള കേസ് we are starting our ortho only after 17 or 16. Then there is no as much importance of the skeletal growth in Kerala. Then it comes to this growth, no, once this growth, suppose it is different in males and females. എല്ലാ ശാരീരിക പ്രവർത്തനം പോലെ തന്നെ ഡെന്റലിന്റെ അല്ലെങ്കിൽ സ്കെൽറ്റലിന്റെ ഗ്രോത്ത് ഏളിയാണ്, നേരത്തെയാണ്. ആർക്ക്? ഗേൾസിന്. വൈകിയാണ് ബോയ്സിന്. അപ്പൊ ആ ഗ്രോത്ത് സ്പേർട്ടിന്റെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റിനെ ഡിസൈൻ ചെയ്യണം. ഓക്കെ. അപ്പോൾ എവിടെങ്കിലും നമുക്ക് സ്കെലിറ്റൽ ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ അത് ഗേൾസിൽ അത് നേരത്തെ 12 ഇയേഴ്സിൻ്റെ ഉള്ളിലായിട്ട് അഡോളസൻസ് പീരിയഡിൻ്റെ ജസ്റ്റ് മുമ്പായിട്ട് നമുക്ക് ചെയ്യണം. പക്ഷേ ബോയ്സിലാണെങ്കിൽ അല്പം വൈകി ചെയ്താലും മതി. എസ്പെഷ്യലി ദ മൂവിങ് ബോൺ, ദാറ്റ് ഇസ് മാൻഡിബിൾ. മാൻഡിബുലർ ഗ്രോത്തിന് വളരെ പ്രധാനമാണ് ഇത്. ഇതാണ് ക്ലാസ് 3യും ക്ലാസ് 2വും നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് പ്രിവെൻഷൻ ഓഫ് മാൻഡിബുലർ ഗ്രോത്ത് ഓർ ദ പ്രോഗ്രഷൻ ഓഫ് ദി മാൻഡിബുലർ ഗ്രോത്ത് can be adjusted by using this growth spurt. Thank you all. I am Dr. Ali, Aliyer Imbraso Dental Clinic, Melato. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് വളരെ സ്പഷ്ടമായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. എൻ്റെ തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആവണമെങ്കിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. താങ്ക് യു ഓൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. I am Dr. Ali, Aliyer Imbraso Dental Clinic, Melato.